Hi all, welcome back. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത് ടൈപ്പ് ഓഫ് വേരിയേഷൻ ആയിരുന്നു അല്ലേ, ടൈപ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. അതിൽ നമ്മൾ റേഞ്ച് പഠിച്ചു, പിന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, പിന്നെ നിങ്ങൾ മീൻ ഡീവിയേഷൻ പഠിച്ചു, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിച്ചു. 3 കേസിലും നമ്മൾ ഒരൊറ്റ ഡേറ്റ വെച്ചിട്ടാണ് ഡീൽ ചെയ്യേണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് ഓഫ് എ മാത്രമാണ് തന്നിട്ടുണ്ടാവുക, ഇത് തന്നിട്ടുണ്ടാവില്ല. മാർക്ക് ഓഫ് ബി തന്നിട്ടുണ്ടാവില്ല. മാർക്ക് ഓഫ് എൻ്റെ മീൻ ഡിവിയേഷൻ അബൌട്ട് മീൻ ഡിവിയേഷൻ അബൌട്ട് മീഡിയൻ, പിന്നെ അതിൻ്റെ വേരിയേഷൻ എന്തോരുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോണത് നമുക്ക് 2 ഡേറ്റ തന്നിട്ടുണ്ടാവും. മാർക്ക് ഓഫ് എയും തന്നിട്ടുണ്ട്, മാർക്ക് ഓഫ് ബിയും തന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് ഇവർ തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ കമ്പയർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, സി വി എന്ന് നമ്മൾ പറയും. അപ്പോൾ സി വിയിൽ നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ സി വി ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ഓഫ് എയുടെയും മാർക്ക് ഓഫ് ബിയുടെയും സി വി കണ്ടുപിടിക്കണം. ഇൻഡിപെൻഡൻ്റ്ലി ഇവർ 2 പേരുടെയും സി വി കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം അവർ തമ്മിൽ കമ്പയർ ചെയ്യുക. സി വി 1, ഇപ്പോൾ മാർക്ക് ഓഫ് എയുടെ സി വിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സി വി ഓഫ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. മാർക്ക് ഓഫ് ബിയുടെ സി വിനെ സി വി ഓഫ് ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്രയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സി വി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക. ആർക്കാണ് കൂടുതൽ സി വി കിട്ടിയോക്കണേന്ന് നോക്കാം. ആർക്കാണോ കൂടുതൽ സി വി ആർക്കാണോ കൂടുതലായിട്ടുള്ളത് അവരായിരിക്കും മോർ വേരിയബിൾ. സി വി കൂടുമ്പോൾ വേരിയബിലിറ്റിയും കൂടുന്നു. ഇപ്പോൾ സി വി കുറഞ്ഞാലോ അത് കൂടുതൽ സ്റ്റേബിൾ അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ്. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്, സി വി കൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയബിലിറ്റിയും കൂടുതലായിരിക്കും. സി വി കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയബിലിറ്റി ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി സ്റ്റേബിൾ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ കേസ് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു മാർക്കൊക്കെയാണ് ഞാനിവിടെ എഴുതി വെക്കുന്നത്. ഇപ്പോൾ നോക്കാന്ന് വെച്ചാൽ മാർക്ക് ഓഫ് എയുടെ കേസ് നോക്കാന്ന് വെച്ചാൽ നോക്കിയേ, എയുടെ മാർക്കൊക്കെ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടാണ് ഉള്ളത് അല്ലേ. 41, 42, 43. ഇത് കുറച്ചും കൂടിയും സ്റ്റേബിൾ ആണ് കമ്പയർഡ് ടു മാർക്ക് ഓഫ് ബി. ഇവിടെ നോക്കാൻ വെച്ചാലോ, ഇവിടെ 36 ഉണ്ട്, 38 ഉണ്ട്, 42 ഉണ്ട്, 45 ഉണ്ട്, 48 ഉണ്ട്. അപ്പോൾ കൂടുതൽ സ്പ്രെഡ് ആയിട്ടാണ് നമ്മുടെ മാർക്ക് ഓഫ് ബി ഉള്ളത് കമ്പയർഡ് ടു മാർക്ക് ഓഫ് എ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മാർക്ക് ഓഫ് എ ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്, മാർക്ക് ഓഫ് ബി ആണ് കൂടുതൽ വേരി ആയിട്ടുള്ളത്, ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിടക്കുന്നത് മാർക്ക് ഓഫ് ബി ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ എല്ലാ കേസിലും ഇനി ഈസി ആയിട്ടുള്ള നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റണ ഡേറ്റ ആവില്ല നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പം അങ്ങനത്തെ കേസിലാണ് നമ്മൾ കൂടുതൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എങ്ങനെ കാണാം, ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. അപ്പോൾ സിഗ്മ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ ആണ്, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കുക. ഇതിൽ പറയുന്നത് എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, യൂസ് ഓഫ് സി വി ആണ് ഇവിടെ പറയണത്. എന്തിനാണ്, കമ്പയർ ചെയ്യാനായിട്ട്. 2 ഡേറ്റ അല്ലെങ്കിൽ 2 സീരീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ സി വി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ടു കമ്പയർ ദ വേരിയബിലിറ്റി ഓർ ഡിസ്പേർഷൻ ഓഫ് 2 സീരീസ് വി കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഫോർ ഈച്ച് സീരീസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ദ സീരീസ് ഹാവിങ് ഗ്രേറ്റർ സി വി ഇസ് മോർ വേരിയബിൾ ദാൻ ദ അതർ. ഇപ്പോൾ സി വി കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് തന്നിട്ടുണ്ടാവുന്ന ഡേറ്റ കൂടുതൽ വേരിയബിൾ ആയിരിക്കും, മോർ വേരിയബിൾ. ഇനിയിപ്പോൾ സി വി കുറവാണെച്ചാലോ, ദ സീരീസ് ഹാവിങ് ലെസ്സർ സി വി ഇസ് സെഡ് ടു ബി മോർ കൺസിസ്റ്റൻറ്റ് ഓർ സ്റ്റേബിൾ ദാൻ ദ അതർ. അപ്പോൾ സി വി കുറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് കൺസിസ്റ്റൻസി. ഇപ്പോൾ സി വി കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഡേറ്റ കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നമ്മുടെ ഡേറ്റയിൽ ഉണ്ടാവുക. ഇനി ഫോർത്ത് പോയിന്റ് നോക്കും. ഫോർത്ത് പോയിന്റ് പറയണത് ഇപ്പോൾ 2 സീരീസിൻ്റെ മീൻ സെയിം ആണ്, എക്സ് ബാർ എന്ന് പറയുന്നത് സെയിം ആയിട്ടാണ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് സീരീസിൻ്റെ എക്സ് ബാർ എന്ന് പറയുന്നത് x1 ബാർ എന്ന് പറയുന്നത് ഇപ്പോൾ 32 ആണ് കിട്ടിയത്. നെക്സ്റ്റ് സീരീസിൻ്റെയും x2 ബാർ എന്ന് പറയുന്നതും 32 ആയിട്ട് തന്നെയാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 2 പേരുടെയും മീൻ സെയിം ആയി. ഇപ്പോൾ 2 സീരീസിൻ്റെയും മീൻ സെയിം ആയിട്ട് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
ജസ്റ്റ് ആ ഡേറ്റൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് കൂടുതൽ വേരിയബിൾ. എന്താ കാരണം? അപ്പോൾ രണ്ട് സീരീസിൻ്റെയും മീൻ എന്ന് പറയുന്നത് സെയിം ആണ്. ഇപ്പോൾ വല്ല 42 ആണെന്ന് വിചാരിക്കുക, രണ്ട് പേരിൻ്റെയും മീൻ 42 ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സി വി കാൽക്കുലേറ്റ് ചെയ്യുക? സി വി ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേറ്റൻ്റെ സി വി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ സി വി ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സിഗ്മ 1 ആയിട്ട് എടുക്കുക. ഫസ്റ്റ് സീരീസിൻ്റെ ഫസ്റ്റ് ഡേറ്റേൻ്റെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, അതിനെ നിങ്ങൾ സിഗ്മ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക, കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഡിവൈഡഡ് ബൈ x1 ബാർ ഇൻറ്റു 100 എന്ന് വരും അല്ലേ? ഇത് എങ്ങനെയാണ് നിങ്ങൾ സി വി ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്യുക? സി വി ഓഫ് ബി ഇസ് ഈക്വൽ ടു സിഗ്മ 2 ബൈ x2 ബാർ ഇൻറ്റു 100. x1 ബാറിന് പകരം നമുക്ക് വേണമെങ്കിൽ x2 ബാറിന് എഴുതാം. രണ്ടും സെയിം തന്നെയാണ്. ഈ രണ്ട് വാല്യൂസും ഇവിടെ കിടക്കുന്ന രണ്ട് വാല്യൂസും സെയിം തന്നെയാണ്. പാകപ്പാട് ഡിഫറൻസ് വരുന്നത് എവിടെയാണ്? സിഗ്മയിൽ മാത്രമാണ് ഡിഫറൻസ് വരുള്ളൂ. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ മാത്രമാണ് വേരിയേഷൻ വരുള്ളൂ. ഇപ്പം നമുക്ക് തന്നിട്ടുള്ള രണ്ട് ഡേറ്റേൻ്റെ മീൻ സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സിഗ്മ 1ഉം സിഗ്മ 2ഉം കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് വേരിയബിലിറ്റി, ആരാണ് കൂടുതൽ വേരിയബിൾ ആയിട്ട് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പോയിന്റ്സ്. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. Exercise 15.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ ഡേറ്റ ഗിവൻ ബിലോ സ്റ്റേറ്റ് വിച്ച് ഗ്രൂപ്പ് ഇസ് മോർ വേരിയബിൾ എ ഓർ ബി. അപ്പം നമുക്കിവിടെ രണ്ട് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, എ ഗ്രൂപ്പും തന്നിട്ടുണ്ട്, ബി ഗ്രൂപ്പും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മോർ നന്നായി സ്കാറ്റർ ചെയ്ത് കിടക്കണത് ഏത് ഗ്രൂപ്പാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സി വി കണ്ടുപിടിക്കുക. രണ്ട് ഗ്രൂപ്പിൻ്റെയും സി വി കണ്ടുപിടിക്കണം. സി വി ആരുടെയാണ് കൂടുതൽ എന്ന് നോക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സി വി എന്ന് പറയുന്നത് എന്താണ്? സി വി ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഇപ്പോൾ ഇവിടെ രണ്ട് ഗ്രൂപ്പുള്ള കാരണം നമുക്ക് സി വി ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ സി വി ഓഫ് ബിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സി വി ഓഫ് എ എന്താണ്? ദാറ്റ് ഇസ് സിഗ്മ 1 ബൈ x1 ബാർ ഇൻറ്റു 100 അല്ലേ? സി ഓഫ് ബി എന്ന് പറയുന്നത് സിഗ്മ 2 ബൈ x2 ബാർ ഇൻറ്റു 100 ആണ്. അപ്പോൾ നമുക്കിവിടെ കൺഫ്യൂഷൻ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സിഗ്മ 1 സിഗ്മ 2 എന്നൊക്കെ എഴുതണത്. ഓക്കെ, അപ്പോൾ മീനും വേരിയൻസ്, അപ്പോൾ നിങ്ങൾക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ ടേബിളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക, അതായിരിക്കും കൂടുതൽ നല്ലത്. കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്രൂപ്പ് എയുടെ കേസ് നോക്കാം, അതിന് ശേഷം ഗ്രൂപ്പ് ബിയുടെ കേസ് നോക്കാം. അപ്പോൾ ഈ ടേബിളിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ ബിയുടെ കോളം ഞാനൊന്ന് മായ്ക്കും, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. തന്നെ എന്ത് വേണം? ഈ ഓരോ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ XI. ഇപ്പോൾ നിങ്ങൾ കുറേ വട്ടം ചെയ്ത കാരണം നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ചെയ്താൽ മതി. ഇപ്പോൾ ഈ കേസിൽ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പർ ലിമിറ്റ് എന്താണ്? 20 ആണ്. 20 പ്ലസ് ലോവർ ലിമിറ്റ് ഇസ് 10 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ചെയ്താൽ 15. അതേപോലെ ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 25, ഇവിടെ 35, 45, 55, 65, 75 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മീൻ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതിലത്തെ സെൻട്രൽ വാല്യൂ എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 45 ആണ് സെൻട്രലിൽ കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എ ഇസ് ഈക്വൽ ടു 45 ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ എച്ച് എന്ന് പറയുന്നത് എന്താ? എച്ച് എന്ന് പറയുന്നത് ഈ ഓരോ ക്ലാസ് ഇൻ്റർവെലിൻ്റെ റേഞ്ച് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ച് കിട്ടും. ഇപ്പോൾ 20 മൈനസ് 10 എന്താണ്? ദാറ്റ് ഇസ് 10 അല്ലേ? അപ്പോൾ എയും എച്ചും ഒക്കെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഡി ഐ ആണ്. ഡി ഐ എന്താണ്? ഡി ഐ ഇസ് ഈക്വൽ ടു XI മൈനസ് എ ബൈ എച്ച് അല്ലേ? ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമല്ലേ സത്യം പറഞ്ഞാൽ. ഇവിടെ 45 ആണല്ലോ നിങ്ങളുടെ സെൻട്രൽ വാല്യൂ. അതിൻ്റെ ഇവിടെ ഇപ്പോൾ ഡി ഐ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ എളുപ്പമാണ് അല്ലേ? ഇപ്പോൾ ഡി ഐ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമല്ലേ? ഇവിടെ 45 ആണ് നമ്മുടെ സെൻട്രൽ വാല്യൂ. അപ്പം നിങ്ങളിവിടെ എന്ത് ചെയ്താൽ 0 ചെയ്താൽ, ആൻഡ് 0ൻ്റെ മുകളിലൊക്കെ എന്ത് ചെയ്താൽ -1, -2, -3 ചെയ്താൽ, ആൻഡ് 0ൻ്റെ താഴെയൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ചെയ്താൽ, അതായത് 1, 2, 3. അപ്പം ഇത്ര ചെയ്താൽ മതി.
അപ്പം അങ്ങനെയാണ് നമ്മൾ ഡി ഐ കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് വേണം? എഫ് ഐ ഡി ഐ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിരിക്കും, അയ്യോ തെറ്റെഴുതല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തായാലും നിങ്ങൾ ആ ഫോർമുലയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, ഇനി നമുക്ക് എഫ് ഐ ഇൻറ്റു ഡി ഐ ചെയ്യാം. അപ്പം എന്ത് ചെയ്യണം? എഫ് ഐ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഫ്രീക്വൻസിയും ഡി ഐയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഇൻറ്റു -3 ദറ്റ് ഇസ് -27, 17 ഇൻറ്റു -2 ദറ്റ് ഇസ് -34, 32 ഇൻറ്റു -1 ദറ്റ് ഇസ് -32, 33 ഇൻറ്റു 0 ഇസ് 0, 40 ഇൻറ്റു 1 ഇസ് 40, 10 ഇൻറ്റു 2 ഇസ് 20, 9 ഇൻറ്റു 3 ഇസ് 27 അല്ലേ. ഇപ്പം നമ്മൾ എഫ് ഐ ഡി ഐ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്ത് വേണം? ഇതൊക്കെ കൂടി ആഡ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ സമ്മേഷനാണ് ഉള്ളത്. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ -6 കിട്ടും. അതേപോലെ നമുക്ക് സമ്മേഷൻ എഫ് ഐ വേണം. അപ്പോൾ ഫ്രീക്വൻസീൻ്റെ കോളം ഒക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 150 വാല്യൂസ് ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് മീനും കിട്ടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എ എന്ന് പറയുന്നത് 45 plus summation fi di is -6 by summation fi is 150 into h is 10. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. 4.6 എന്ന് കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മീൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത് എന്താണ്? വേരിയൻസ് ആണ്. അപ്പോൾ വേരിയൻസ് എങ്ങനെ കാണാം? സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് ഐ ഡി ഐ സ്ക്വയർ ബൈ സമ്മേഷൻ എഫ് ഐ മൈനസ് സമ്മേഷൻ എഫ് ഐ ഡി ഐ ബൈ സമ്മേഷൻ എഫ് ഐ ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ അല്ലേ. ഇങ്ങനെയാണ് നിങ്ങൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ വേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. നോക്കാന്ന് വെച്ചാൽ നമുക്ക് എഫ് ഐ ഡി ഐ സ്ക്വയറും കൂടിയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഈ ഡി ഐയും എഫ് ഐ ഡി ഐയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എഫ് ഐ ഡി ഐ സ്ക്വയർ കിട്ടും. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -3 ഇൻറ്റു -27 ഇസ് 81, -2 ഇൻറ്റു -34 ഇസ് 68. അതേപോലെ ബാക്കിയുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതിന് ശേഷം എന്ത് ചെയ്യുക? ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 342 എന്ന് കിട്ടും. ഇനി ഈ വാല്യൂസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 342 ബൈ സമ്മേഷൻ എഫ് ഐ ഇസ് 150 മൈനസ് സമ്മേഷൻ എഫ് ഐ ഡി ഐ ഇസ് -6 ബൈ സമ്മേഷൻ എഫ് ഐ ഇസ് 150 ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ. എച്ച് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 സ്ക്വയർ ഇസ് 100. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 227.84 എന്ന് കിട്ടും. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വേണ്ടത്. ദാറ്റ് ഇസ് സിഗ്മ. അപ്പോൾ ഈ കേസിൻ്റെ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ 1 എന്ന് എഴുതും. അപ്പോൾ സിഗ്മ 1 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 227.84 അല്ലേ. അപ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15.09 എന്ന് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഗ്രൂപ്പ് ബിയുടെയും ഈ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മീൻ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെയും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂ തന്നെയാണ് മീൻ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ബിയുടെ കേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എന്ത് വേണം? എക്സ് ഐ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഓരോ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ എന്ത് ചെയ്യുക? മിഡ് പോയിൻ്റ് എടുത്ത് എഴുതാം. അപ്പോൾ 10 + 20/2 ദറ്റ് ഇസ് 15, 20 + 30/2 ദറ്റ് ഇസ് 25, 30 + 40/2 ദറ്റ് ഇസ് 35, 40 + 50/2 ദറ്റ് ഇസ് 45, 50 + 60/2 ദറ്റ് ഇസ് 55, 60 + 70/2 ദറ്റ് ഇസ് 65, 70 + 80/2 ദറ്റ് ഇസ് 75. നമുക്ക് എക്സ് ഐ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? അപ്പോൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിലത്തെ സെൻട്രൽ വാല്യൂ മീനായിട്ട് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇവിടെയും മീൻ എന്ന് പറയണത് അസ്യൂംഡ് മീൻ എന്ന് പറയണത് 45 ആണ് കിട്ടുക. പേ ഇസ് ഈക്വൽ ടു 45 ആണ്. ആൻഡ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് രണ്ടും സെയിം ആയിട്ടുള്ള ഇൻ്റർവൽസ് ആയ കാരണം എച്ച് എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. ഇനി എന്ത് വേണം? ഡി ഐ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡി ഐ എന്താണ്? ഡി ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ ബൈ എച്ച്. അപ്പോൾ ഡി ഐ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നും വരില്ല. അപ്പോൾ ഇവിടെ -3, ഇവിടെ -2, ഇവിടെ -1, 0, 1,
2 3. ഇപ്പോൾ ഇവിടെ വരെ നിങ്ങൾക്ക് മാറ്റമൊന്നും വരില്ല, ബാക്കിയുള്ള 2 കോളംസിൽ മാത്രമാണ് വ്യത്യാസം വരുള്ളൂ. നമുക്കത് ചെയ്യാം. FI/DI അല്ലേ, FI/DI കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എക്സ് ബാർ കിട്ടുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ഇവിടെ എഴുതാം. അപ്പോൾ 10 × -3 ദാറ്റ് ഇസ് -30, 20 × -2 ദാറ്റ് ഇസ് -40, 30 × -1 that is -30, 25 × 0 is 0, 43 × 1 is 43, 15 × 2 is 30, 7 × 3 is 21. ഇനി എന്ത് ചെയ്യണം, ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് -6 കിട്ടും. ഇനി നമുക്ക് മീനിൻ്റെ ഫോർമുല എഴുതാം. ദാറ്റ് ഈസ് x2 ബാർ. ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പ് ആയ കാരണമാണ് x2 എന്ന് എടുത്ത് നോക്കുന്നത്, കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ x2 ബാർ ഇസ് ഈക്വൽ ടു എന്താണ്, A പ്ലസ് summation FI/DI by summation FI into H. So that is equal to A is 45 plus summation FI/DI that is -6 by summation FI is 150 into H is 10. അപ്പോൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 44.6 കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് x1 ബാർ ആയിരുന്നത്. ഇവിടെ ഗ്രൂപ്പ് എയുടെ മീനും ഗ്രൂപ്പ് ബിയുടെ മീനും സെയിം ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഗ്രൂപ്പ് എയുടെയും ഗ്രൂപ്പ് ബിയുടെയും മീൻ സെയിം ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് FI/DI സ്ക്വയറും കൂടിയും വേണം. അപ്പം അതും കൂടിയും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ചെയ്താൽ മതി, ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ചെയ്താൽ അല്ലേ. അപ്പോൾ -3 × -30 is -90, -2 × -40 is -80. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ചെയ്താൽ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ എന്ത് ചെയ്യുക, എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 366 എന്ന് കിട്ടും. ഇനി നമുക്ക് വേരിയൻസിൻ്റെ ഫോർമുല എഴുതാം. അപ്പോൾ σ2 = summation FI/DI സ്ക്വയർ by summation FI minus summation FI/DI by summation FI whole square into H square. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സമ്മേഷൻ FI/DI സ്ക്വയർ ഇസ് 366 ബൈ സമ്മേഷൻ FI ഇസ് 150 മൈനസ് സമ്മേഷൻ FI/DI ദാറ്റ് ഇസ് -6 ബൈ സമ്മേഷൻ FI ഇസ് 150 ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ. എച്ച് എന്ന് പറയുന്നത് എന്താണ്, 10 ആണ്. അപ്പോൾ 10 സ്ക്വയർ ഇസ് 100. അപ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 243.84 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ വേരിയൻസ്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് റൂട്ട് ഓഫ് വേരിയൻസ് അല്ലേ. അപ്പോൾ σ2 എന്ന് എഴുതാം. σ2 ഇസ് റൂട്ട് ഓഫ് 243.84 അല്ലേ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഗ്രൂപ്പ് ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 15.61 ആണ് കിട്ടിയത്. ആൻഡ് ഗ്രൂപ്പ് എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15.09 ആണ്. ഇപ്പോൾ രണ്ട് ഗ്രൂപ്പിൻ്റെയും ഇവിടെ നോക്കാന്ന് വെച്ചാൽ മീൻ സെയിം ആണ് അല്ല. x1 ബാറും x2 ബാറും നമുക്ക് സെയിം ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ആ കേസിൽ എന്ത് കമ്പയർ ചെയ്താൽ മതി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ σ2 ആണ് σ1നെക്കാട്ടും വലുതായിട്ടുള്ളത് അല്ലേ. അപ്പോൾ മോർ വേരിയബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ്, ബി ആണെന്ന് പറയാൻ പറ്റും. ഗ്രൂപ്പ് ബി ആണ് മോർ വേരിയബിൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഗ്രൂപ്പ് എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെക്കാട്ടും വലുത്. ഇപ്പം രണ്ട് ഗ്രൂപ്പിൻ്റെയും മീൻ സെയിം ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ CV is equal to σ1/x bar into 100 അത് ചെയ്യണം. അതേപോലെ ഇവിടെയും CV is equal to σ2/x2 bar into 100 ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ സെയിം മീനായ കാരണം നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് രണ്ടുപേരും കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ആരുടെ വലുതെന്ന് നോക്കുക. ഉണ്ടെങ്കിൽ σ2 ആണ് σ1നെക്കാട്ടും വലുത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ബി ആണ് കൂടുതൽ വേരി ചെയ്യണത്. ഇപ്പോൾ കൺക്ലൂഷനായിട്ട് നിങ്ങളിങ്ങനെ എഴുതണം. The mean of group A and B is 44.6. Therefore, the group with greater standard deviation is more variable.
സോ ഗ്രൂപ്പ് ബി ഇസ് മോർ വേരിയബിൾ. ഇങ്ങനെ നിങ്ങൾ കൺക്ലൂഷനായിട്ട് എഴുതണം. ഈ പോയിന്റ് നിങ്ങൾ എഴുതണം. മീൻ സെയിം ആണ്, അതുകൊണ്ട് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് മാത്രം കമ്പയർ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ഗ്രൂപ്പിൻ്റെയും സി വി കണ്ടു നോക്കുക. അപ്പോൾ സി വി കാണുമ്പോൾ ഏതാണ് കൂടുതൽ വരിക? ബി ഗ്രൂപ്പാണ് കൂടുതലായിട്ട് വരിക. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രൂപ്പ് ബി തന്നെയാണ് മോർ വേരിയബിൾ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ പ്രൈസസ് ഓഫ് ഷെയർസ് എക്സ് ആൻഡ് വൈ ബിലോ ഫൈൻഡ് ഔട്ട് വിച്ച് ഇസ് മോർ സ്റ്റേബിൾ ഇൻ വാല്യൂ. അപ്പോൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഇവർ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്തിട്ട് ആ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസ് ഓഫ് ഷെയർ ആരുടെ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക? നമ്മൾ സി വി ഓഫ് എക്സും കാണും, അതേപോലെ സി വി ഓഫ് വൈയും കാണും. എന്നിട്ട് ആരുടെ സി വി ആണ് കുറവെന്ന് നോക്കും. ഇപ്പോൾ സി വി കുറവാവണ ആളായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് സി വി കൂടുതലാണെന്നുണ്ടെങ്കിൽ ആൾ വേരിയബിൾ ആയിരിക്കും. സി വി കാണാൻ നമുക്കറിയാം. സി വി ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സി വി കണ്ടുപിടിക്കുക. അപ്പോൾ ഈ കേസിൽ നമ്മൾ സി വി ഓഫ് എക്സും കാണും, അതേപോലെ സി വി ഓഫ് വൈയും കാണും. അപ്പം നമുക്കിവിടെ വേണ്ടത് വിച്ച് ഇസ് മോർ സ്റ്റേബിൾ എന്നാണ്. അപ്പോൾ എക്സിൻ്റെ ആണോ വൈൻ്റെ ആണോ സി വി കുറവെന്ന് നോക്കുക. അപ്പോൾ കുറവായിട്ടുള്ള ആളുടെ ഡേറ്റ ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് ഉണ്ടാവുക. അപ്പം ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ ഒരു അൺഗ്രൂപ്പ് ഡേറ്റ ആണ്. ഇവിടെ ഫ്രീക്വൻസി ഒന്നും ഇല്ല. ഇത് എക്സിൻ്റെ ഡേറ്റ, ഇത് വൈയുടെ ഡേറ്റ. അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഒന്നും തന്നിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു അൺഗ്രൂപ്പ് ഡേറ്റ ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എക്സിൻ്റെ ഈ സി വി ഒക്കെ കണ്ടുപിടിക്കാം. അതിന് ശേഷം നമുക്ക് വൈയുടെ കേസ് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് മീൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് x1 ബാർ അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ബൈ എൻ. അൺഗ്രൂപ്പ് ഡേറ്റേൻ്റെ കേസിൽ മീൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കാറുള്ളത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ എന്ന് പറയുന്നത് എന്താ? ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയാണ് എക്സ് ഐ അല്ലേ. അപ്പോൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ എക്സ് ഐ കിട്ടും. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 5 10 കിട്ടും. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 10 ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുക, ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 അല്ലേ. ഇപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ കാൽക്കിൻ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഇസ് 51. ഇനി നമുക്ക് വേരിയൻസ് ആണ് വേണ്ടത്. ദാറ്റ് ഇസ് സിഗ്മ 1 സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ അല്ലേ. അപ്പോൾ ഇവിടെ x1 ബാറിന് എഴുതാനും ശ്രദ്ധിക്കാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വേണം നമുക്ക്? എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നെക്സ്റ്റ് കോളം എന്ത് വരും? എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താണ് എക്സ് ഐ എന്ന് പറയുന്നത്? ഈ ഓരോ വാല്യൂസ് ആണ് എക്സ് ഐ. എക്സ് ബാർ എന്ന് പറയുന്നത് 51 ആയിട്ട് കിട്ടി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാന്ന് വെച്ചാൽ 35. ഇവിടെ എക്സ് ഐ എന്ന് പറയുന്നത് 35 ആണ്. 35 മൈനസ് എക്സ് ബാർ ഇസ് 51 ഹോൾ സ്ക്വയർ. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 16 കിട്ടും. ഇപ്പോൾ 16 സ്ക്വയർ അതായത് മൈനസ് 16 സ്ക്വയർ എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 256. അതേപോലെ ബാക്കിയുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്തത്? ഈ 54 എടുക്കാം. അപ്പോൾ 54 മൈനസ് 51 എക്സ് ബാർ ഇസ് 51 ഹോൾ സ്ക്വയർ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അതേപോലെ ബാക്കിയുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇത് എളുപ്പമായ കാരണം ഞാൻ വീണ്ടും വീണ്ടും പറയണില്ല, നമ്മൾ കുറേ വട്ടം ചെയ്തതാണ് അല്ലേ. ഇനി എന്ത് വേണം? നമുക്ക് സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 350 കിട്ടും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ 350 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 35 കിട്ടും. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. ദാറ്റ് ഇസ് സിഗ്മ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. വേരിയൻസ് ഇവിടെ 35 ആണ്. അപ്പോൾ റൂട്ട് 35 കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ 5.92 എന്ന് കിട്ടും. ഇനി നമുക്ക് സി വി കാൽക്കുലേറ്റ് ചെയ്യാം. സി വി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ 1 ബൈ x1 ബാർ ഇൻറ്റു 100 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ 1 ഇസ് 5.92 ബൈ x1 ബാർ ഇസ് 51 ഇൻറ്റു 100. അപ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് 11.60 കിട്ടും. ഇനി ഇതേപോലെ തന്നെ വൈയുടെ കേസ് നോക്കാം. ഇതേപോലെ കേസ് നോക്കാം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മീൻ എന്ന് പറയുന്നത് എന്താണ്? x2 ബാർ അല്ലേ.
that is equal to sigma xi by n. that is equal to sigma xi എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുക നിങ്ങൾക്ക് 1050 എന്ന് കിട്ടും. ജസ്റ്റ് ഇതൊക്കെ കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1050 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 10 ആണ്. എന്താ വെച്ചാൽ ഇവിടെ 10 ഒബ്സർവേഷൻ ആണ് തന്നിട്ടുള്ളത്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ബൈ 10 എഴുതാം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 105 എന്ന് കിട്ടും. അപ്പോൾ മീൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേരിയൻസ് ആണ് വേണ്ടത്. ഇപ്പോൾ വേരിയൻസ് എന്താണ്? ദാറ്റ് ഇസ് സിഗ്മ 2 സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് സമ്മേഷൻ xi മൈനസ് ഇവിടെ x2 ബാർ എന്ന് എടുക്കുക. x2 ബാർ ഹോൾ സ്ക്വയർ ബൈ n അല്ലേ? n നമുക്കറിയാം 10 ആണ്. നമുക്കിതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നെക്സ്റ്റ് കോളം എന്ത് വരും? xi മൈനസ് x2 ബാർ. ഇവിടെ x2 ബാർ എന്ന് പറയുന്നത് 105 ആണ്. അപ്പോൾ ഓരോ xiയിൽ നിന്ന് നമ്മൾ 105 മൈനസ് ചെയ്യും, അതിൻ്റെ സ്ക്വയർ എടുക്കും. അതാണ് നെക്സ്റ്റ് കോളം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 108 ആണ് xi മൈനസ് x2 ബാർ എന്ന് പറയുന്നത് 105 ആണ്. അതിൻ്റെ ഹോൾ സ്ക്വയർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 വരും. 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 അല്ലേ? അതേപോലെ ബാക്കി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിഗ്മ xi മൈനസ് x2 ബാർ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 40 ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിഗ്മ xi മൈനസ് x2 ബാർ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 40. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയൻസ് എന്ത് കിട്ടും? ദാറ്റ് ഇസ് ഈക്വൽ ടു 4 ആയിട്ട് കിട്ടും. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് വേരിയൻസ്. വേരിയൻസ് ഇവിടെ 4 ആണ്. ഇപ്പോൾ റൂട്ട് ഓഫ് 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് സി വി ഓഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ സി വി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ 2 ബൈ എന്താണ്? x2 ബാർ ഇൻറ്റു 100 അല്ലേ? സോ ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ 2 ഇസ് 2 ബൈ x2 ബാർ. x2 ബാർ എന്താണ്? 105 ഇൻറ്റു 100 ചെയ്യുക. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് 1.9 ആയിട്ട് കിട്ടും. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങളിവിടെ നോക്കുമ്പോൾ ആരുടെ സി വി ആണ് ചെറുത്? എക്സിൻ്റെ ആണോ വൈയുടെ ആണോ? വൈയുടെ സി വി ആണ് ചെറുത് അല്ലേ? 11.60 ചെറുത് 1.9 ആണ്. സോ വൈ ഇസ് മോർ സ്റ്റേബിൾ. ഇപ്പം എന്ത് എഴുതണം? സി വി ഓഫ് വൈ ഇസ് ലെസ് ദാൻ സി വി ഓഫ് എക്സ്. സോ വൈ ഇസ് മോർ സ്റ്റേബിൾ. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈസിയാണ്. നിങ്ങൾ തെറ്റിക്കാണ്ടൊക്കെ ചെയ്യുക. ഓക്കെ.